ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബിസിനസ്സിൽ എങ്ങനെയെങ്കിലും സ്പീഡിൽ വളരണം എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തോടെ ഇരിക്കുമായിരുന്നല്ലോ നമ്മുടെ സുധി. അതിനുവേണ്ടി അവളുണ്ടായിരുന്ന പഴയ സ്റ്റാഫിനെയൊക്കെ മാറ്റി യുവരക്തം വേണം എന്ന് പറഞ്ഞ് ചെറിയ പിള്ളേരൊക്കെയാണല്ലോ അവിടെ സ്റ്റാഫാക്കി വെച്ചിരിക്കുന്നത്. ടീനേജേഴ്സിന് പഴയ സ്റ്റാഫ്സ് അവരുടെ വളർച്ചയ്ക്ക് സഹായമാകുന്നൊക്കെ ഒരുപാട് അന്ന് കാല് പിടിച്ച് ആ സ്റ്റാഫ്സൊക്കെ കരഞ്ഞിട്ട് പോലും സുധി അവരുടെ കരച്ചിലൊന്നും കേൾക്കാതെ അവരെ പറഞ്ഞു വിട്ടു. അവരുടെ ആ മനസ്സിലെ വിഷമം സുധിക്ക് എന്തായാലും പ്രാക്കായിട്ട് വീണിട്ടുണ്ടാവും. അപ്പോൾ അവരന്ന് ആ ഇറങ്ങിപ്പോയ സമയത്ത് പറയുന്നുണ്ട്, ഇയാൾ എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം, എത്രയും പെട്ടെന്ന് സ്പീഡിൽ ഉയരണം എന്നല്ല അയാൾ പറഞ്ഞത്, നമുക്ക് നോക്കാം ഇവൻ എത്ര നാൾ എങ്ങനെ പോകും എന്നൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് അവരിറങ്ങിയത്. ഒരു ബിസിനസ്സുകാരനായപ്പോൾ സ്വന്തമായൊരു ബിസിനസ് കടയൊക്കെ തുടങ്ങിയപ്പോഴേക്കും സുധിക്ക് അഹങ്കാരം ചെറുതൊന്നും അല്ല തലക്ക് പിടിച്ചത്. അതിൻ്റെ പേരിൽ ഒരുപാട് പേര് സുധി കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് പേരുടെ മനസ്സും വിഷമിപ്പിച്ചിട്ടുണ്ട്. അത്രയ്ക്കും എല്ലാവരോടും ഒരു പുച്ഛം മാത്രമായിരുന്നു പിന്നീട് കട തുടങ്ങിയതിന് ശേഷം സുധിക്കുണ്ടായിരുന്നത്. അപ്പോൾ സുധിയുടെ ഈ അഹങ്കാരമൊക്കെ നിൽക്കുന്നൊരു എപ്പിസോഡ് അധികം താമസിയാതെ തന്നെ വരാൻ പോകുവാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുധിയുടെ കടയിൽ 2 പേര് വരുവാണ്. ഒരുപാട് സാധനങ്ങൾ, TV, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, അങ്ങനെ 3 ലക്ഷം രൂപയുടെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു 2 പേര് വരുവാണ്. അപ്പോൾ സുധിക്ക് ഭയങ്കര സന്തോഷവും, കാരണം ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും പ്രോഡക്റ്റൊക്കെ സെയിലായി കഴിഞ്ഞാൽ സുധിക്ക് അതിൻ്റെ ലാഭവും കിട്ടുമല്ലോ. സുധി സന്തോഷം കൊണ്ട് തുള്ളുവാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഇത്രയും രൂപയുടെ സാധനങ്ങളൊക്കെ മേടിക്കുവാണ്, പക്ഷേ ഞങ്ങൾക്ക് ബില്ലൊന്നും വേണ്ട, ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ബ്ലാക്ക് മണിയാണ്, അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ സുധിയും വിശ്വസിക്കും. എന്തെങ്കിലും മണി ആവട്ടെ, 3 ലക്ഷം രൂപയുടെ സാധനങ്ങളൊക്കെ സെയിലാവുന്നത്. സുധി ഒന്നും നോക്കാതെ പ്രോഡക്റ്റൊക്കെ അവർക്ക് കൊടുക്കുകയും ഈ പൈസ ബ്ലാക്ക് മണി അവരുടെ നിന്ന് മേടിക്കുകയും ചെയ്യുവാണേ. എന്നിട്ട് ഇവർ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ആ സന്തോഷത്തിൽ 1 ലക്ഷം രൂപയുടെ ലാഭം ശ്രുതിക്ക് ഉണ്ടായിട്ടുണ്ട്. ശ്രുതിയെ വിളിച്ച് പറയുന്നുണ്ട്, ശ്രുതി 1 ലക്ഷം രൂപയുടെ ലാഭം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നമുക്കുണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, ദിവസം തോറും നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. ഈ സിറ്റിയിലും ഈ കേരളത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു ബിസിനസ് മാനായിട്ട് ഞാൻ മാറും. നമുക്ക് എത്രയും പെട്ടെന്നൊരു ടൂർ പോകണം, തായ്ലാൻഡിലോട്ടൊക്കെ ടൂർ പോകാമെന്നൊക്കെയാണ് ശ്രുതിയും കൂടി പ്ലാൻ ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ ശ്രുതിയെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ ചെയ്യുന്ന ടൈമിലാണ് ഒരു വണ്ടിയിൽ, ഒരു ജീപ്പിൽ 2 പേര് വരുന്നത്. അപ്പോൾ ശ്രുതി നോക്കുമ്പോഴേക്കും ഇതാരാ വീണ്ടും വരുന്നത്, കണ്ടിട്ട് VIPസിനെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരോടത്തോട്ട് വരണം സർ വരണം എന്ന് പറഞ്ഞ് അകത്തോട്ടൊക്കെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കും, ഇപ്പോൾ കുറച്ച് മുമ്പ് ഇവിടെ നിന്ന് ഒരുപാട് പ്രോഡക്റ്റൊക്കെ 2 പേര് വന്ന് മേടിച്ചുകൊണ്ടും പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ആ മേടിച്ചോ സർ, എന്താ നിങ്ങൾക്കും അതുപോലെ സാധനങ്ങൾ വേണോ, അവർ പറഞ്ഞിട്ടാണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും, വി ആർ ഫ്രം വിജിലൻസ്, എനിക്ക് ആ ക്യാഷ് ഒന്ന് കാണണം എന്ന് പറയുവാണ്. അപ്പോഴേക്കും ശ്രുതി ഒന്ന് ഞെട്ടും, വിജിലൻസോ, എന്താ സർ കാര്യം, ഞാൻ പറയുന്നത് അവർ തന്ന പൈസ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കാണിക്കുമെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി എളുപ്പം ആ പൈസയൊക്കെ എടുത്ത് അവർ തന്ന ക്യാഷ് എടുത്ത് വെക്കുവാണ്. അപ്പോൾ ഇവർ എന്നിട്ട് അതിൽ കുറേ പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ തട്ടി നോക്കിയിട്ട് പറയും, സാർ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഇത് കള്ളനോട്ടാണെന്ന് പറയുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ഞെട്ടും, കള്ളനോട്ടോ സാർ, കള്ളനോട്ട് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ വിജിലൻസുകാർ ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ ഇവർക്ക് ബില്ല് കൊടുത്തില്ല, ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ മേടിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, സാർ ഞാൻ ഡീറ്റെയിൽസ് ഒന്നും മേടിച്ചില്ല, അവർക്ക് ബില്ല് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവർ പറയും, താൻ എന്തൊരു മണ്ടനാണ്, ഇത്രയും രൂപക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ബില്ല് കൊടുക്കണ്ടേ, അവരുടെ ഡീറ്റെയിൽസ് മേടിക്കണ്ടേ എന്നൊക്കെ വന്നവർ വിജിലൻസുകാർ ചോദിക്കുന്നുണ്ട്. താൻ പഠിച്ചിട്ടില്ലേടോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ചീത്ത പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, സാർ എനിക്കറിയില്ലായിരുന്നു, അവരെ അങ്ങനെ പറയില്ലായിരുന്നു, നല്ല പണക്കാരെ പോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ പൊട്ടിക്കരയുവാണ്. അതും പറഞ്ഞിട്ട് എന്നിട്ട് ശ്രുതി പറയും, സാർ എൻ്റെ സാധനങ്ങൾ അവർ കൊണ്ടുപോയി എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അവർ ഈ ക്യാഷ് എടുക്കുമ്പോഴേക്കും ശ്രുതി ചോദിക്കും, ഈ ക്യാഷ് നിങ്ങൾ കൊണ്ടുപോകാമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, പിന്നെ ഈ കള്ളനോട്ട് വെച്ച് തനിക്ക് എന്ത് ചെയ്യാനാടോ എന്ന് പറയും. സാർ എൻ്റെ പ്രോഡക്റ്റും പോയി, എൻ്റെ കാശും പോയി, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും, താൻ പേടിക്കാനും വേണ്ട, അവരെ ഞങ്ങൾക്ക് അടുത്ത ജംഗ്ഷനിൽ നിന്നും കിട്ടിയായിരുന്നു, തൻ്റെ സാധനങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ സേഫാണ്, താൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയിക്കോ എന്ന് പറയുവാണ് ശ്രുതിനോട്. അപ്പോൾ ശ്രുതിക്ക് സമാധാനം, ഹാവൂ എൻ്റെ ശ്രുതിയോട് ഞാൻ എന്ത് പറയുമെന്നോർത്ത് ഞാൻ പേടിച്ചു പോയി, എന്തെങ്കിലും ആവട്ടെ സാധനങ്ങൾ കിട്ടിയല്ലോ എന്നോർത്തിട്ട് ശ്രുതി എളുപ്പം പോവാണ് പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് അവിടുത്തെ പോലീസുകാരോട് ചോദിക്കും, സാർ എവിടെ സാർ, എൻ്റെ പ്രോഡക്റ്റൊക്കെ എവിടെ, എൻ്റെ AC, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, താൻ എന്താടോ ഇത് പോലീസ് സ്റ്റേഷനാണ്, അല്ലാതെ സാധനങ്ങൾ വിൽക്കുന്ന കടയൊന്നും അല്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, അല്ല എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവർ ആര്, വിജിലൻസുകാരോ, താൻ എന്തൊക്കെയാടോ ഈ പറയുന്നത്, സാർ എൻ്റെ സാധനങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ സ്റ്റോറിയൊക്കെ പറയുവാണ്.
ഓ, അപ്പോൾ താനും പറ്റിക്കപ്പെട്ടു എന്ന് പോലീസുകാർ ചോദിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കേസ് ഇപ്പോൾ സിറ്റിയിൽ സർവ്വസാധാരണമാണ്. ഒരു 2 പേര്, ഒരു ഗ്യാങ് തന്നെ ഇതിൻ്റെ പുറകിലുണ്ട്. ഇങ്ങനെ കടകളിലൊക്കെ കയറി, വലിയ വലിയ കടയിൽ കയറി പറ്റിക്കപ്പെടും. താൻ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും മേടിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, സാർ ഇല്ല സാർ, ഞാൻ മേടിച്ചില്ല സാർ, അവർ ബില്ല് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ താൻ പഠിച്ചിട്ടില്ലടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ആ സാർ എനിക്ക് 5 ഡിഗ്രി ഉണ്ട്. 5 ഡിഗ്രി ഉണ്ടായിട്ട് എന്താ കാര്യം, തനിക്ക് വിവരം ഉണ്ടോടോ? ഇത്രയും രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് മേടിക്കണം, ബില്ല് കൊടുക്കണം. അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടില്ല കേട്ടോ. പോലീസുകാർ ചോദിക്കും, അതെന്താ അവർ കള്ളപ്പണം വല്ലതുമാണോ തനിക്ക് തന്നത്? അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടില്ലേ. അപ്പോൾ ഇവർ പറയും, തന്നെ പിടിച്ച് ആദ്യം പോലീസ് സ്റ്റേഷനിൽ ഇടേണ്ടത്. അപ്പോൾ ശ്രുതി പറയും, സാർ എൻ്റെ ക്യാഷും പോയി, എൻ്റെ പ്രോഡക്റ്റും പോയി, എന്തെങ്കിലും ചെയ്യ് സാർ എന്ന് പറയുമ്പോൾ, ഞങ്ങൾ എന്ത് ചെയ്യാനാ, അവരുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യാം, താൻ എന്തായാലും ഒരു കംപ്ലയിൻറ്റ് എഴുതി കൊടുക്ക്, കിട്ടിയാൽ കിട്ടിയെന്നൊക്കെ പറയാമെന്ന് പോലീസുകാർ പറയുവാണ്. ശ്രുതി നിരാശയിൽ അവിടെ കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോയിട്ട് ചന്ദ്രയെ വലിച്ച് മുറിയിൽ കൊണ്ടുപോയിട്ട് പൊട്ടിക്കരയുവാണ്. അപ്പോൾ ചന്ദ്ര ഇത് കാണുമ്പോഴേക്കും, ശ്രുതി എന്ത് പറ്റിയടാ എന്ന് ചോദിക്കും. അമ്മേ, ഇത് വേറെ ആരെങ്കിലും കേട്ടാൽ എനിക്ക് നാണക്കേടാണ് അമ്മേ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, നീ കാര്യം പറയടാന്ന് പറയുമ്പോഴേക്കും ശ്രുതി നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രക്ക് ഇങ്ങനെ ദേഷ്യം കയറി വരുവാണ്. ചന്ദ്ര എന്തെന്ന് വെച്ചാൽ ശ്രുതിയുടെ മുഖത്തിട്ട് ഒറ്റ അടി അടിക്കും. നീ എന്തൊരു മണ്ടനാടാ, നിനക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ശ്രുതിയോടും കൂടി ഒന്ന് ചോദിച്ചോടെ, നിന്നെക്കാളും വിവരമുണ്ട് അവക്ക്, നിനക്ക് 5 ഡിഗ്രി ഉണ്ടായിട്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, പറ്റിക്കപ്പെട്ടല്ലോടാന്ന് പറയുമ്പോൾ ശ്രുതി പറയും, അമ്മേ ശ്രുതി അറിഞ്ഞാൽ എന്നെയൊക്കെ ഒരു വിലയുണ്ടാവില്ല എന്ന് പറഞ്ഞ് ശ്രുതി കരയുമ്പോഴേക്കും ചന്ദ്ര പറയും, പിന്നെ ഇതുപോലൊരു മണ്ടനെ ആരാ വില കൊടുക്കുന്നത്, നിന്നെ കളഞ്ഞ് അവൾ പോയില്ലെങ്കിലേ ഉള്ളൂ, നിന്നെപ്പോലൊരു മണ്ടനാണല്ലോടാ എൻ്റെ വയറ്റിൽ വന്ന് പിറന്നേന്ന് പറഞ്ഞ് ചന്ദ്രയും കരയുവാണ്. എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, ഈ വിവരം ആ സച്ചിൻ രേവതിയൊക്കെ അറിഞ്ഞാൽ പിന്നെ ഉണ്ടോ, അവരുടെ മുമ്പിൽ ഇപ്പോഴാവുന്നു ഞാൻ തല ഉയർത്തി നിൽക്കുന്നത്, അപ്പോൾ തന്നെ നീ അത് കളഞ്ഞല്ലോടാ, എത്ര രൂപയുടെ നഷ്ടമാടാ നീ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മ ഇത് വേറെ ആരോടും പറയരുത്, എന്നെ സഹായിക്കാൻ അമ്മക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, ഇനി നീ എന്നോട് മിണ്ടേ വേണ്ട, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാന്ന് പറയുവാണ്. ശ്രുതി കാല് പിടിച്ച് കരയും, അമ്മ എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം, എനിക്ക് ഒരു 3 ലക്ഷം രൂപ താമേന്ന് പറയുമ്പോൾ ഞാൻ ശ്രുതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവളും സന്തോഷത്തിലാമേ ഇത്ര രൂപയുടെ ലാഭം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ. പിന്നെ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ തകർന്നു പോകും, എന്നെ അവൾ ചീത്ത പറഞ്ഞു കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര പറയും, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനിനി എന്ത് ചെയ്യും, നീ എങ്ങനെ എൻ്റെ വയറ്റി വന്ന് പിറന്നല്ലോടാ, ആ സച്ചിക്ക് നിന്നെക്കാളും വിവരമുണ്ട്, അവനെ പഠിപ്പില്ലെന്നേ ഉള്ളൂ, അവന് നല്ല ബുദ്ധിയുണ്ട്, കാര്യക്ഷമതയുണ്ട്, നിനക്ക് അതുപോലും ഇല്ലല്ലോടാ, ഇങ്ങനൊരു മണ്ടൻ പൊട്ടനെ പോലെയാണല്ലോടാ നീ ബിസിനസ്സിലും ആയിപ്പോയെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഒരുപാട് പ്രാകുവാണ് ശ്രുതിയും ചന്ദ്രയും കൂടി പൊട്ടിക്കരയുവാണ് വാതിലടച്ചിരുന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെമ്പനിർപ്പിൻ്റെ ഉടൻ വരാൻ പോകുന്ന വിശേഷങ്ങൾ. അങ്ങനെ ശ്രുതിയുടെ അഹങ്കാരങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്ന എപ്പിസോഡാണ്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.